ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് 2 kg വെയിറ്റ് വരുന്ന ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ്റെ വീഡിയോ ആയിട്ടാണ്. മർമെയ്ഡ് തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ആദ്യം അതിൻ്റെ ഒരു ടെയിൽ, ഫിഷിൻ്റെ ഒരു ടെയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് ഫോണ്ടൻറ്റ് റെഡ് കളറിലെടുത്തിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ടൈലോസ് പൗഡർ കൂടി ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം കുറച്ച് കൂടുതലും ഒരു ഭാഗം കുറവായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒന്ന് പരത്തിയിട്ട് ഷേപ്പാക്കി എടുക്കാം. ഒരുപാടങ്ങ് കനം കുറയ്ക്കരുത്. ഇങ്ങനെ ഒന്ന് താഴ്ഭാഗത്തു നിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ടെയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ടെയിലിൻ്റെ ഭാഗം കുറച്ച് കനം കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ചെതുമ്പലിൻ്റെ ഭാഗം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ടൂളാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്ട്രോ ഒന്ന് ഹാഫാക്കി കട്ട് ചെയ്തിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം താഴെ ഇതുപോലെ നിരത്തി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ലൈനിൽ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്കായിട്ട് വേണം ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക, അല്ലാതെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ചെയ്ത് കൊടുക്കരുത്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ടെയിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഈ ഒരു സിലിക്കണിൻ്റെ മോൾഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു മോൾഡിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റെഡ് കളർ ഫോണ്ടൻറ്റ് ബാക്കി വന്നത് ഞാനിങ്ങനെ ഒരു ടൂൾ വെച്ചിട്ട് കുത്തിയെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ തിന്നായിട്ട് ഫോണ്ടൻറ്റ് പീസ് എടുത്തിട്ട് ഈ ഒരു മോൾഡിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പേള് വെക്കുന്ന രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഷെല്ലിൻ്റെ ഷേപ്പിലുള്ളതൊക്കെ ഈ ഒരു മോൾഡിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എടുക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് എടുത്തിട്ട് വേണം ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ചെയ്തെടുക്കാനായിട്ട്. മെറൂൺ കളറിലുള്ള ഫോണ്ടൻറ്റ് ഇതുപോലെ നീളത്തിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഒന്ന് ഒന്നിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഓരോന്നിൻ്റെയും സെൻറ്ററിലായിട്ട് ഒരു ടൂൾ വെച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഒരു ഡെക്കറേഷൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 2-3 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർ ഫിഷ് ചെയ്യാനായിട്ട് 2-3 അളവിൽ ഇതുപോലെ സ്റ്റാറിൻ്റെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് കനം കുറച്ചിട്ടല്ല, കുറച്ച് കനത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സ്റ്റാർ ഫിഷിൻ്റെ എൻഡൊക്കെ ഒന്ന് വളച്ചൊക്കെ വെച്ച് കൊടുക്കണം. ഗ്രീൻ കളറിലുള്ള ഫോണ്ടൻറ്റ് ഇതുപോലെ നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നീളത്തിൽ പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു വെള്ളത്തിലുള്ള ഗ്രാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരത്തി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചെയ്ത് വെക്കണം. നേരത്തെ തന്നെ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഇത് നമ്മൾ കേക്കിലേക്ക് വെക്കുമ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടൂ. ഒരു 5 മണിക്കൂർ മുമ്പെങ്കിലും ഇതെല്ലാം ചെയ്ത് വെക്കണം. ഇപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഡ്രൈ ആകാനായിട്ട് ഒന്ന് വയ്ക്കുന്നുണ്ട്.
ഇതിലേക്കായിട്ട് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 6 ലെയറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് പീസ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർ സ്കോച്ച് കേക്കാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമും സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് പ്രലൈൻ ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയറും വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് നനച്ചു കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീമും സ്പ്രെഡ് ചെയ്ത് കാരമൽ സോസും നട്ട്സും വെച്ച് കൊടുക്കാം. എല്ലാ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മൊത്തത്തിൽ 6 ലെയറാണ് കൊടുക്കുന്നത്. കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സ്ക്യൂവർ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്ക്യൂവർ കുത്തി കൊടുക്കുന്നുണ്ട്. ഫൈനൽ കോട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു കളറിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗ്രീൻ കളർ കുറച്ച് ചേർത്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. സൈഡിലും മുകളിലൊക്കെ നന്നായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള സ്പാച്ചുല ഡിസൈനാണ് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഒരുപാട് അങ്ങ് ഷാർപ്പാക്കി എടുക്കേണ്ട ആവശ്യമില്ല. സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ താഴ്ന്ന് മുകളിലേക്ക് ഇങ്ങനൊന്ന് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് മുകളിലും സ്പാച്ചുല ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഇതിലേക്ക് ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട്. ആ ഒരു ടൈലിൽ ഞാൻ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ വെക്കുന്നതും ആയതുകൊണ്ട് താഴ്ന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഡെക്കറേഷൻ എല്ലാം വെച്ച് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്